നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ അമ്മ ചാവുന്നതിന് മുമ്പ് പറഞ്ഞ 2 ആഗ്രഹങ്ങളുണ്ടല്ലോ. ആദ്യത്തേത് എന്നെ ജയിലിൽ കയറ്റണമെന്ന്. ഞാൻ ദേ നിൽക്കുന്നു പനന്തടി പോലെ നിന്റെ മുന്നിൽ. രണ്ടാമത്തേത് നീ ഒരു നല്ല പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സമാധാനത്തോടെ ജീവിക്കണമെന്ന്. അതും ഇനി നടക്കാൻ പോകുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്തവരാണെങ്കിലും നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുപണഞ്ഞ് നിങ്ങളുടെ ജീവിതാവസാനം വരെ ചീഞ്ഞു നാറും. രോഹിത്, എന്താ ഇവിടെ മൂടിക്കെട്ടി നിൽക്കുന്നേ? പറയുന്നേ. എനിക്കെന്താ ഈ മാറ്റമെന്നാണോ രോഹിത് ആലോചിക്കുന്നേ? ഞാൻ മാറാൻ തീരുമാനിച്ചു രോഹിത്. എത്ര കാലമാ നമ്മളിങ്ങനെ പരസ്പരം ഒരു റൂമിൽ പിണങ്ങിയിരിക്കുന്നേ? ഒരു സെല്ല് കഴിയുന്ന ജയിൽ പുള്ളികൾക്കിടയിൽ പോലും ഉണ്ടാവില്ല ഒരു ചങ്ങാത്തം. ഇതിനൊരു അവസാനം വേണ്ടേ? എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ രോഹിത്. അല്ല, ഞാൻ സ്വപ്നം കാണുമൊന്നും അല്ലല്ലോ അല്ലേ? സ്വപ്നോ? രോഹിത് എന്താ ഈ പറയുന്നേ? നമുക്കിടെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് തന്നെ തീർക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അല്ല ശ്യാമേ, ഇത്ര പെട്ടെന്ന് ഞാൻ ഒരാള് കാരണം ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാ രോഹിത്തെ ഉണ്ടായത്. ഞാൻ എന്ത് ചെയ്താലും അതൊരു കുഴപ്പമായിട്ട് മാറും. വിഷ്ണുവേട്ടനോ കുഞ്ഞേച്ചിയോ രോഹിതോ കുറ്റക്കാരാവുകയും ചെയ്യും. കുഞ്ഞേച്ചിയുടെ സിവിൽ സർവീസ് മോഹം പോലും ഉപേക്ഷിക്കേണ്ടി വരുന്നത് ഞാൻ കാരണമല്ലേ? അതും പോരാഞ്ഞ് നമ്മുടെ പാറക്കുട്ടിയെ കൂടി സത്യമ്മ പറഞ്ഞു വെച്ചു. ഇതിങ്ങനെ പോയാൽ എവിടെ എത്തില്ല. ഞാൻ ഒരാള് മാറിയ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുമെങ്കിൽ ഞാനതിന് തയ്യാറാ. സമാധാനായി. രോഹിത്തിനോട് ഒരുപാട് കാര്യങ്ങള് മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ട് എനിക്ക്. സംസാരിക്കല്ലോ. ഇവിടെ നിന്നോ? പിന്നെ അതിനു പറ്റിയ ഒരു അന്തരീക്ഷം വേണ്ടേ രോഹിത്? മനസ്സിന്ന് ഭാരമെല്ലാം ഒഴിഞ്ഞുപോയി നല്ല സന്തോഷമുള്ള മൂഡിലാ ഞാൻ. നമുക്ക് പുറത്തെവിടെങ്കിലും പോയിരുന്നു മനസ്സ് തുറന്ന് സംസാരിക്കാം. എങ്കിൽ നമുക്ക് പാർക്കിലെ ബീച്ചിലെ പോയാലോ? പാർക്ക് ബീച്ചൊന്നും വേണ്ട. നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോവാം. എങ്കിൽ നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാം. അതും വേണ്ട. എന്നെ പറയുന്നിടത്ത് കൊണ്ടുപോകും രോഹിത്. ഷുവർ. നല്ല കുട്ടി. ഞാനിപ്പോ റെഡിയായി വരാമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല സച്ചേട്ടാ, എന്താ നമ്മുടെ നാളത്തെ പ്ലാൻ? അങ്ങനെ പ്ലാനൊന്നുമില്ല. പ്ലാൻ ചെയ്തൊക്കെ പോയാ ഒന്നും നടക്കില്ലടോ. നമ്മൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണും. നാളെ ഗസ്റ്റ് ഹൗസിലെത്തിയിട്ട് അപ്പ തീരുമാനിക്കാം പിന്നീട് എങ്ങോട്ട് പോണോന്ന്. നമ്മുടെ ഗസ്റ്റ് ഹൗസ് ആദ്യമായിട്ട് കാണുന്നതിന്റെ സന്തോഷത്തില്ല ഞാൻ. അല്ല, എന്തിനാ സജ്ജേട്ടാ നമുക്ക് അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ? കുറെ കാലം കൊണ്ട് പൂട്ടിക്കിടക്കുവാണോ? അച്ഛൻ പണ്ട് വാങ്ങിച്ചൊരു പ്രോപ്പർട്ടി അത്. നമ്മൾ ഈ വീട് വാങ്ങിച്ചത് പിന്നെ അങ്ങോട്ടാരും പോവാറില്ല. കുറെ ഓർമ്മകളുള്ള ഒരു വീടാ അത്. ഞാനും നന്ദേട്ടനും ഉൾപ്പെടെ എല്ലാവരും ജീവിച്ച വീട്. അവിടുന്ന് ഇവിടേക്ക് എത്തി കുറച്ചാൾ കഴിഞ്ഞപ്പോ നന്ദേട്ടൻ പോയി.
യാത്രയ്ക്ക് വരണമെന്ന് അച്ഛന് നല്ല ആഗ്രഹം കാണും. മനഃപൂർവ്വം വരാത്തതാ. നന്ദേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളാ അവിടെ മുഴുവൻ. മനഃപൂർവ്വം ദുഃഖം വിളിച്ചു വരുന്നുണ്ടെന്ന് കരുതിയിട്ടാവും അച്ഛൻ പിന്മാറിയത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജീവിച്ചിരിപ്പുണ്ടോ അതോ നന്ദേട്ടന് അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു എന്ന് സച്ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണല്ലോ എല്ലാം. ഈ ലോകം വിട്ടു പോയി കാണും. അല്ലെങ്കിൽ എന്നെ ഇവിടേക്ക് വന്നേനെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുപോലൊരാള് ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിലെന്ന്. അല്ലെങ്കിൽ തിരിച്ചു വരണമെന്ന്. എനിക്ക് തോന്നുന്നു സച്ചേട്ടാ, നന്ദേട്ടൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന്. വരാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും ചിലപ്പോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിലോ? എനിക്കങ്ങനെയാ തോന്നുന്നത്. സച്ചേട്ടൻ നോക്കിക്കോ, ഒരു ദിവസം അപ്രതീക്ഷിതമായി നന്ദേട്ടൻ ഇവിടെ വരും. എനിക്ക് ഉറപ്പാത്. അങ്ങനെ വന്നാൽ തന്നെ അച്ഛന്റെ പകുതി അസുഖം മാറും. തന്റെ വിശ്വാസം പോലെ നടക്കട്ടെ. നാളെ എന്തായാലും അങ്ങോട്ട് പോകുമല്ലേ? നന്ദേട്ടന്റെ കുറെ ഓർമ്മകളുള്ളിടത്തേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പൊ സഞ്ജുട്ടൻ പേഴ്സ് എടുക്കാതെയാണോ പോയത്? ക്യാഷും ID കാർഡും ഒക്കെ ഇതിലാ. ഇതെടുക്കാൻ മറന്നിട്ട് തന്നെ പോയതാ. ഷോ, പേഴ്സ് ഇല്ലാതെ സഞ്ജുട്ടന് ആകെ ബുദ്ധിമുട്ടുമല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ, സഞ്ജുട്ടന്റെ കൂടെ ശ്രീകുട്ടി ചേച്ചിയുണ്ട്. പേഴ്സ് ഇല്ലാതെ എങ്ങനെയാ? അത് പറ്റില്ല. എങ്ങനെയാലും ഈ പേഴ്സ് സഞ്ജുട്ടന്റെ കയ്യിൽ എത്തിച്ചേ പറ്റൂ. അതിനിപ്പോ എന്താ ചെയ്യാ? ഓ, അവരെ ഇനി ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് ശരിയല്ല. ഇതുകൊണ്ടിട്ട് അവർക്ക് കൊടുക്കാം. അതാ നല്ലത്. അതെ മുത്തശ്ശി, ഞാനിപ്പോ വരാവേ. നീ എവിടെ പോവാ? സഞ്ജുട്ടൻ ദാ ഈ പേഴ്സ് ഇവിടെ മറന്നു വെച്ചിട്ടാ പോയത്. അത് കൊണ്ടു കൊടുത്തിട്ട് ഞാൻ വേഗം വരാം. സഞ്ജുവിന് നീ പേഴ്സ് കൊടുക്കാൻ പോകുന്നോ? ആ, പിന്നല്ലാതെ. ശ്രീകുട്ടി ചേച്ചി ഒപ്പുള്ളതാണേ. പേഴ്സ് ഇല്ലാതെ എങ്ങനെയാ? അവര് ഓഫീസിൽ കാണും. ഞാനിത് കൊണ്ടു കൊടുത്തിട്ട് പെട്ടെന്ന് വരാം. നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ ലച്ചു? എന്താ മുത്തശ്ശി അങ്ങനെ പറയുന്നേ? ഞാനൊരു നല്ല കാര്യല്ലേ ചെയ്യുന്നേ? നല്ല കാര്യം. ശ്രീകുട്ടിയെ സഞ്ജു കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം, അത്രയും സമയമെങ്കിലും നിന്റെ ശല്യമില്ലാതെ സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ പോയതാ. അതിനു പിറകെ ഈ പേഴ്സും പൊക്കി പിടിച്ച് നീയും. നന്നായിട്ടുണ്ട്. ഞാൻ സഞ്ജുട്ടിന് അത്രയ്ക്ക് ശല്യമാണോ മുത്തശ്ശി? ശല്യാണോന്നോ? നീ ഇപ്പൊ വന്ന് സഞ്ജുവിന് മാത്രമല്ല ഈ വീടിന് തന്നെ പരമശല്യോ ലച്ചു. അവർക്ക് രണ്ടാൾക്കും കുറച്ചെങ്കിലും സമാധാനം നീ കൊടുക്ക്. പെൺകുട്ടികളായാലേ കുറച്ചെങ്കിലും നാണം വേണ്ടേ? അവരെവിടെയെങ്കിലും ഒന്ന് കൊച്ചു വർത്തമാനം പറയാൻ ഒരുങ്ങിയ അപ്പ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പിന്നാലെ ചെല്ലും ശല്യം ചെയ്യാൻ. അതെ, നിനക്ക് നല്ല തല്ല് കിട്ടാത്തതിന്റെ കുഴപ്പാ.
അതെ മുത്തശ്ശി, സഞ്ജുട്ടൻ എന്റെ ഭർത്താവാ. ആ സ്വാതന്ത്ര്യം മാത്രം ഞാൻ എടുത്തേ. ഭർത്താവ്? ആരാ നിന്റെ ഭർത്താവ്? അത് മുത്തശ്ശിക്ക് അറിയില്ലേ? എന്റെ സഞ്ജുവേട്ടൻ എന്റെ ഭർത്താവാ. സഞ്ജുവേട്ടൻ? നിന്റെ പൊയ്ക്കോ, പോ, എന്റെ മുമ്പിന്ന് പൊയ്ക്കോ. എന്റെ നാവ് വല്ലാണ്ട് ചൊറിഞ്ഞു വരികേ. എന്നെ കൊണ്ട് സത്യങ്ങളൊന്നും തുറന്ന് പറയിപ്പിക്കരുത്. സത്യങ്ങളോ? എന്ത് സത്യം? എന്ത് സത്യം മുത്തശ്ശിക്ക് എന്നിൽ നിന്ന് മറച്ചു വെക്കാനുള്ളത്? അത് ഞാൻ അല്ലെങ്കിൽ വേണ്ട, പൊയ്ക്കോ പൊയ്ക്കോ. മുത്തശ്ശി, മുത്തശ്ശി പറയേ, എന്ത് സത്യം മുത്തശ്ശിക്ക് എന്നോട് പറയാനുള്ളത്? ലച്ചു, പോ, അപ്പുറത്തെങ്ങാനും പോ. പിന്നെ ഇനി സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെയും പുറകെ വാലെ പിടിച്ച് നടന്ന ആ നിമിഷം എന്റെ വിധ മാറും, കേട്ടല്ലോ? അല്ല, എന്ത് രഹസ്യം മുത്തശ്ശി എന്നിൽ നിന്നും ഒളിപ്പിക്കുന്നേ? എന്താ നീ ആലോചിക്കുന്നേ? എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കാനാവും എങ്കിൽ നീ എന്റെ സ്വഭാവം അറിയും. പൊയ്ക്കോ ലച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആളുകൾ ശ്രദ്ധിക്കും. കാണട്ടെ, മറ്റാരും അല്ലല്ലോ, ഞാനല്ലേ. ലച്ചു, ഡോക്ടറോ? ലച്ചു എന്താ ഇവിടെ? ഞാൻ സഞ്ജുവേട്ടന് ഈ പേഴ്സ് കൊടുക്കാൻ വന്നതാ. ഇത് വീട്ടിൽ വെച്ച് മറന്നു. സഞ്ജുവേട്ടനും ശ്രീകുട്ടി ചേച്ചിയും ഇതിനകത്തുണ്ട്. ഭക്ഷണം കഴിക്കാം. ഈശ്വര, ഈ രംഗം ലച്ചു കണ്ട പ്രശ്നമാവുമല്ലോ. അല്ല, ഡോക്ടർ എന്താ ഇവിടെ? ആ, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാ. ഒരു ജ്യൂസ് കഴിക്കാൻ കയറിയതാ. എന്നാ ഞാൻ ഈ പേഴ്സ് സഞ്ജുവേട്ടന് കൊടുത്തിട്ട് വരട്ടെ. ലച്ചു നിക്ക്. ആ, ഗോവിന്ദ്, സഞ്ജുവേട്ടൻ ഇവിടെ ഇരിക്കായിരുന്നോ? ആ അതെ, ഞാനത് കൊടുത്തിട്ട് വരാവേ. അയ്യോ കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. സോറി. അത് സാരമില്ല. ഇതിന് വന്ന നഷ്ടം ഞാൻ പേ ചെയ്തോളാം. ദാ ഇതിരിക്കട്ടെ. ഓ താങ്ക് യു. ഇത് കയ്യിൽ വെച്ചോളൂ. താങ്ക് യു സോ മച്ച്. ശരി. ഓ സഞ്ജുവേട്ടൻ പേഴ്സ് മറന്നു. താങ്ക്സ് ലച്ചു.
ലച്ചു ഐസ്ക്രീം കഴിക്കുന്നോ? വേണ്ട, ശ്രീകുട്ടി ചേച്ചി കഴിച്ചോ. വാ ഇവിടെ ഇരിക്ക. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ ഇവിടുന്ന് പോയാ മതി. എടി പാർവതി, നിന്നെ ഞാൻ വെല്ലുവിളിക്ക. എന്റെ വിവാഹം നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ. പക്ഷേ ഒന്ന് ഞാൻ പറയാം, നീ എത്ര അതിബുദ്ധി കാണിച്ചാലും എത്ര പരിശ്രമിച്ചാലും എന്റെ വിവാഹം തടയാമെന്ന നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അതെ, നിന്റെ വെറും വ്യാമോഹം മാത്രം. നീ എത്ര ശ്രമിച്ചാലും എന്റെ വിവാഹം നടന്നിരിക്കും. പിന്നെ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് ആരാണെന്ന് നിനക്കറിയണ്ടേ? ഇവിടെ വന്ന് പെണ്ണ് കണ്ട് വിവാഹം ഉറപ്പിച്ച ചെക്കനൊന്നും അല്ല എന്റെ വരൻ. എന്റെ വരൻ അവന് വിശാൽ. നീ നോക്കിക്കോ പാർവതി, എല്ലാവരെയും സാക്ഷി നിർത്തി വിശാൽ എന്റെ കഴുത്തിൽ താലി ചാർത്തും. അത് നീയും കാണും. ഇല്ല ഇല്ല ഇല്ല, നിന്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കില്ല ജാസ്മിൻ. വിശാൽ സാർ നിന്നെ വിവാഹം കഴിക്കുമെന്നുള്ളത് നിന്റെ വെറും ഒരു സ്വപ്നം മാത്രമാണ്. ഈ ജന്മത്തിൽ വിശാൽ സാറിന് ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ, അത് ഞാനാണ്. എന്നെ സ്വന്തം പ്രാണനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന ആളാണ് വിശാൽ സാറ്. ആ വിശാൽ സാറ് ഒരിക്കലും നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നില്ല. നമുക്ക് കാണാം. കാണാം. എന്താ എന്താ ഇവിടെ ഒരു സംസാരം? അതെ വിശാൽ, ഈ പാർവതിക്ക് എന്തോ എന്റെ കല്യാണം നടത്തുന്നതിനോട് അത്ര താല്പര്യമില്ലാന്ന് തോന്നുന്നു. ഇവളെ എന്റെ വിവാഹം തടയാൻ വേണ്ടി എന്തോ ഒരു പദ്ധതി ഒരുക്കിയിരിക്കുക. അങ്ങനെ പാർവതി ജാസ്മിനോട് പറഞ്ഞോ? ജാസ്മിൻ, നീ വെറുതെ പാർവതിയെ തെറ്റിദ്ധരിക്കണ്ട. പാർവതി എനിക്ക് നന്നായി അറിയാം. പാർവതി ഒരിക്കലും ജാസ്മിൻ പറയുന്ന പോലെ ഒന്നും ചിന്തിക്കില്ല. മറ്റുള്ളവരെ ഒരു തരത്തിലും ഉപദ്രവിക്കുന്ന ആളല്ല പാർവതി. പിന്നെ ജാസ്മിൻ, നിന്റെ വിവാഹം ആര് തടയാൻ ശ്രമിച്ചാലും അത് നടക്കും. ഈ നിൽക്കുന്ന പാർവതിയല്ലേ, പാർവതി തന്നെ മുന്നിൽ നിന്ന് നിന്റെ വിവാഹം നടത്തിത്തരും. ഇത് ഞാനാ പറയുന്നത്. ഇതേ എന്റെ വാക്കാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിനക്കെന്താ അവളെ പേടിയാണോ ജാസ്മിൻ? എനിക്ക് അവളെ പേടിയൊന്നുമില്ല. അതുകൊണ്ടല്ലേ വിശാലിനെ തന്നെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് അവളുടെ മുഖത്ത് നോക്കി ഞാൻ വെല്ലുവിളിച്ചത്. മിടുക്കി, അങ്ങനെ തന്നെ വേണം. അല്ലെങ്കിൽ തന്നെ നമ്മൾ അവളെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അവളെ പേടിക്കുന്നവരാണ് നമ്മളെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവള് നമ്മുടെ തലയിൽ നിഷ്പ്രയാസം കയറും. അതിന് നമ്മൾ അവസരം ഉണ്ടാക്കരുത്. എന്റെ പൊന്നങ്കിളെ, ജാസ്മിനെ അവൾക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. അവളുടെ ഈ ബ്ലാക്ക് മാജിക്കിലൊന്നും ഞാൻ പേടിക്കൊന്നുമില്ല. എന്തോന്ന് ബ്ലാക്ക് മാജിക്?
അതൊക്കെ അവളുടെ വെറും അടവല്ലേ? ഇവിടെയുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള അവളുടെ അഭ്യാസം. ഇനി അധിക ദിവസം അവളുടെ അഭ്യാസമൊന്നും നമുക്ക് കാണേണ്ടി വരില്ലല്ലോ ചേച്ചി. ജാസ്മിന്റെ കല്യാണം കഴിയുന്നതോടെ പാർവതിയുടെ ചാപ്റ്റർ ക്ലോസ് ആവുമല്ലേ? ഇവളുടെ വിവാഹം കഴിഞ്ഞ പിന്നെ പാർവതിക്ക് ഇവിടെ എന്താ സ്ഥാനം? പിന്നെ ഈ കുടുംബമായിട്ട് അവക്കെന്താ ബന്ധം? പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്ന പോലെ പിന്നെ അവളുടെ സ്ഥാനം ഈ മതിൽക്കെട്ടിന് പുറത്താവില്ലേ? അതിനെന്താ സംശയം? പാർവതിയെ നമ്മൾ അടിച്ചിറക്കി ഇവിടെ പുണ്യാഹം തളിക്കും. പിന്നെ ഇവിടുത്തെ മരുമകള് ഇവളാ, ഈ നിൽക്കുന്ന ജാസ്മിൻ. പാർവതിക്ക് പകരം പിന്നെ നമ്മള് ഇവളെയല്ലേ ഇവിടെ വാഴിക്കാൻ പോകുന്നത്. എന്റെ ഭാവികാല മരുമോളെ, വിശാലിന്റെ ഭാര്യയായി ഇവിടേക്ക് വലത് കാലെടുത്ത് വെച്ച് കയറാൻ നീ തയ്യാറെടുത്തിരുന്നു? ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്രാവശ്യെങ്കിലും നമ്മുടെ പ്ലാൻ നടക്കുമല്ലോ അല്ലേ? ജാസ്മിൻ, അതിന് യാതൊരു സംശയം വേണ്ട. ഇത്തവണ ഞാനും ചേച്ചിയും വെൽ പ്ലാൻഡാ. നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് നിങ്ങൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അതാ എന്റെ ഒരു ടെൻഷൻ. കല്യാണ മണ്ഡപത്തിൽ വെച്ച് നിന്റെ കഴുത്തി താലി കെട്ടുന്നത് വിശാല് തന്നെയായിരിക്കും. അതേ കൂടുതൽ ഇപ്പൊ പറഞ്ഞ അതിന്റെ സസ്പെൻസ് പൊളിയില്ലേ? അതുകൊണ്ട് കല്യാണം വരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യേ എന്റെ മോളെ. എങ്ങനെയായാലും വിശാലും ഞാനും തമ്മിലുള്ള വിവാഹം നടന്നാ മതി. ആ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഗായത്രി അമ്മയുടെ മുഴുവൻ ആഭരണങ്ങളും എനിക്ക് അണിഞ്ഞു നടക്കാൻ. ഗായത്രി ചേച്ചിയുടെ ആഭരണങ്ങൾക്ക് മാത്രമല്ല, അവരുടെ പേരിലുള്ള മറ്റു സ്വത്തുക്കൾക്കും പിന്നെ നീ തന്നെയല്ലേ അവകാശി. ആദ്യം ആഭരണം, അത് കഴിഞ്ഞു മതി സ്വത്തുക്കളൊക്കെ. ഗായത്രി അമ്മയുടെ ആഭരണങ്ങള് ഇപ്പൊ പാർവതിയല്ലേ വെച്ച് സൂക്ഷിക്കുന്നത്. അത് കണ്ടിട്ട് എനിക്കിന്ന് സഹിക്കുന്നില്ല ആന്റി. അതാണോ വലിയ കാര്യം? എന്നാ ആഭരണത്തിന് വേണ്ടി നീ കല്യാണം വരെ കാത്തിരിക്കുകയൊന്നും വേണ്ട. അത് അടിയന്തരമായിട്ട് തന്നെ പാർവതിയുടെ കയ്യിൽ നിന്ന് നിനക്ക് ഞാൻ മേടിച്ചു തരാം. ആന്റി എന്ത് ചെയ്യാൻ പോകുന്നു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ഇതാരേ വന്നിരിക്കുന്നേ? അമ്മേ, അച്ഛാ, അമൃതേർത്തി, ഇതാരേ വന്നിരിക്കുന്നെന്ന് നോക്കിക്കേ. അല്ല, ശ്യാമയ്ക്ക് സുഖാണല്ലോ അല്ലേ? അതെ, സുഖ. നോക്കിയേ. അയ്യോ, ബാൻഡേജ് ചുറ്റിയിരിക്കാണോ? ഓ, ശ്യാമയ്ക്ക് എന്താ സംഭവിച്ചേ? അതാ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ പറ്റിയെന്ന്? അത് എന്നോടാണോ ചോദിക്കുന്നേ? അതെ, എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ ഇത് ചെയ്ത്? എന്ത് നേട്ടത്തിന് വേണ്ടിയാ ശ്യാമയെ വണ്ടി ഇടിപ്പിച്ചെന്ന്? അച്ഛാ, ഈ അഖി എന്താ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ പറഞ്ഞത്? ശ്യാമയ്ക്ക് എന്ത് പറ്റിയേ? അതറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അഖിക്ക് അമ്മയോടും എന്നോടൊക്കെ നല്ല വാശിയുണ്ടെന്ന് എനിക്കറിയാം. അതിന് വെറുതെ ഇങ്ങനെ വന്ന് ഒരു സീൻ ഉണ്ടാക്കരുത്. എന്റെ കാര്യം പോട്ടെ, നമ്മുടെ അമ്മയെ വെറുതെ വിഷമിപ്പിക്കരുത്. എന്തായാലും അഖീം ശ്യാമയെ നേരിട്ട് വന്നിങ്ങനൊരു കാര്യം, അതും ഐശ്വര്യോട് ചോദിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അരുൺ പറഞ്ഞു വരുന്നത് എന്താ? ശ്യാമയെ ബൈക്ക് ഇടിപ്പിച്ചത് ഞാനാണെന്നാ? ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ബോധ്യേ. ഇവളെ ബൈക്ക് ഇടിച്ച കാര്യം ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഐശ്വര്യയുടെ അടുത്ത് എങ്ങനെയാ അത് മനസ്സിലാക്കിയേ ശ്യാമ ഇടിച്ചത് ബൈക്കാണെന്ന്?
അത് പിന്നെ അഖി മുന്നേ പറഞ്ഞില്ലേ വണ്ടി ഇടിച്ചതാണെന്ന്. അങ്ങനെ വണ്ടി ആവുമ്പോ അത് ബൈക്കാവും. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ വരൂ. ഐശ്വര്യ, നീ വെറുതെ ഉരുണ്ട് കളിക്കരുത്. സത്യം പറയും, എന്തിനു വേണ്ടിയാ നീ ഇത് ചെയ്യിച്ചേ? ഐശ്വര്യ, ശ്യാമയോട് വാശിയുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയാണോ അത് തീർക്കുന്നത്? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ ഐശ്വര്യ പാപമല്ലേ? ഇപ്പൊ ഇവിടെ വെച്ച് സത്യം പറയണം, ഇല്ലെങ്കിൽ എന്റെ വിധം മാറും. സത്യം പറയാം. അച്ഛാ, ബൈക്ക് എടുപ്പിച്ചത് സത്യം തന്നെയാ. അത് അമ്മ പറഞ്ഞിട്ടാ. അമ്മ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. റിയാലിറ്റി ഷോയിൽ ഇവള് പോകാതിരിക്കാൻ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞപ്പോ വേണ്ടത് ചെയ്യാൻ ഐശ്വര്യയോട് ഞാൻ പറഞ്ഞു. പക്ഷേ ഇങ്ങനൊന്നും ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. അമ്മേ, ഇത് കുറച്ച് കടന്നു കൈയായി പോയോട്ടോ. എന്റെ അമ്മയിൽ നിന്നും ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കും അമ്മേ? ഒരമ്മയ്ക്ക് അതിന് കഴിയില്ല. വസു, എന്തൊക്കെയായാലും തന്നെ കുറിച്ച് എനിക്കൊരു മതിപ്പുണ്ടായിരുന്നു. ഈ പ്രവൃത്തിയോടുകൂടി എന്റെ മനസ്സിനത് വിശേഷം പോയി. കഷ്ടം. അമ്മ, ഞാൻ എന്റെ അമ്മയെക്കാളും സ്നേഹിച്ചത് വസുന്ധരാമ്മയോ? എന്നോട് എത്രയൊക്കെ വെറുപ്പ് കാണിച്ചിട്ടും എന്റെ മനസ്സിൽ ആ സ്നേഹത്തിനും ബഹുമാനത്തിനും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോ ഇത് ചെയ്യിച്ചത് അമ്മയാണെന്ന് അമ്മയുടെ നാവിൽ നിന്ന് കേട്ടപ്പോ എനിക്ക് സഹിക്കുന്നില്ല അമ്മ. വേണ്ട ശ്യാമേ, ഒന്നും പറയണ്ട. ഇത് എന്റെ അമ്മയെന്ന് പറയാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുക. അത്രയ്ക്ക് വെറുപ്പാ, അറപ്പാ എനിക്കിപ്പോ നിങ്ങളോട്. വന്നേ, നമുക്ക് പോവാം. ഇല്ലെങ്കിൽ കൈക്കിലൊരു തോക്ക് കിട്ടിയ സ്വന്തം മകനും മരുമകൾക്കും നേരെ നിറയൊഴിക്കാൻ ഇവരും മടിക്കില്ല.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ഇത് എന്തിനുള്ള പുറപ്പാടാ ശ്രീമതി? ആദ്യമായിട്ട് വരികയല്ലേ കുട്ടികള്, ദോഷമൊക്കെ മാറി ഐശ്വര്യമായിട്ട് വരട്ടെന്ന് കരുതി. അത് നന്നായി. വീട്ടില് വലതുകാലി വെച്ച് കയറുന്ന പെൺകുട്ടികളെ ആരതി ഒഴിഞ്ഞ് തന്നെയാ സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ കത്തിച്ച നിലവിളക്ക് തന്നെയായിരുന്നു ഉത്തമം. അതൊക്കെ കല്യാണത്തിന് ശേഷം പെൺകുട്ടികൾ ഗൃഹപ്രവേശം നടത്തുമ്പോ ചെയ്യേണ്ട ചടങ്ങല്ലേ പുഷ്പ? ഇവരിപ്പോ അതിഥികളല്ലേ? അങ്ങനെ വെറും അതിഥികളല്ലല്ലോ. തീരുമാനം. അല്ല, എന്താ ഒരു കുശുകുശുപ്പ്? ഏയ്, ഇവരൊക്കെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് എന്ന് പറയുകയായിരുന്നു മുരളി. ഞാനും അതാ ഉദ്ദേശിച്ചത്. ഇവരൊന്നും വെറും അതിഥികളല്ല, കുടുംബാംഗങ്ങളെ പോലുള്ള അതിഥികൾ എന്ന് വേണം പറയാൻ. ഞാൻ പറയട്ടെ, നിങ്ങൾ കല്യാണം കഴിച്ച കാര്യം? അയ്യോ, ചതിക്കല്ലേ പൊന്നെ, നമ്മൾ ഇപ്പൊ തന്നെ തിരിച്ചു പോകേണ്ടി വരും. എന്നോ പറയണ്ട. ആ, രണ്ടാളും അടുത്തേക്ക് നിക്ക്. ഇതെന്താ നിങ്ങൾ ഇങ്ങനെ നിന്നത്? അല്ല, ഞങ്ങൾക്കും വേണം അമ്മയുടെ ആരതി. അല്ലേ അനുഗ്രഹം? അല്ല, അമ്മയുടെ അനുഗ്രഹം അല്ലേ ആരതി? എല്ലാരെയും ഒഴിഞ്ഞു വിട്ടേക്കണേ കുഞ്ഞമ്മേ, ഇനി അതിന്റെ ഒരു കുറവ് വേണ്ടല്ലോ. അതെ അതെ, ഇതെല്ലാം ഒരു സങ്കല്പമല്ലേ, നടക്കട്ടെ കാര്യങ്ങള്. എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ. അതോട് കയറിയാട്ടെ. എല്ലാരും വലതുകാലി വെച്ച് തന്നെ കേറിയാട്ടെ. മുരളി, അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു. ഇനി അടുത്ത ചടങ്ങ് ഒരു കൂട്ട കലാശമാണ് ഇവിടെ. എന്തായാലും ഒരു അടിപിടി ഉറപ്പാ. ഒന്നും ഇപ്പം വേണ്ട പുഷ്പൻ ചേട്ടാ, പറഞ്ഞില്ലേ, പ്രസാദേട്ടനും കൂടെ വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചാലേ നമുക്കൊരു സ്ട്രോങ് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടും. നോക്കട്ടെ. എനിക്ക് പണ്ടേ ഒരു സ്വഭാവ ദൂഷ്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സത്യം വിളിച്ചു പറയും. ഇവിടെ അങ്ങനെ സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അങ്ങനെ വലിയൊരു മാമാങ്കം കഴിഞ്ഞു അല്ലേ? ശരിക്കും മടുത്തു ഇരുന്നിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോവാന്നുള്ളായിരുന്നു നാട്ടിലേക്ക്. അയ്യോ, ഇന്നിനി ഞാൻ ഒന്നിനുമില്ല. അത്രയ്ക്ക് വയ്യാതായി എനിക്ക്. അല്ലടോ, വെറുതെ വർത്താനം പറഞ്ഞ് വണ്ടി ഓടിച്ചു പോയാ നാളത്തെ ദിവസം ലാഭിക്കാം നമുക്ക്. അപ്പം അടുത്തു പറഞ്ഞതോ? അത് വെറുതെ ആണല്ലേ? ഹേയ്, അങ്ങനെയല്ല. കൂടെയുള്ള ആളൊന്ന് ഉത്സാഹിച്ചാൽ എത്ര മടുപ്പാണെങ്കിലും നമുക്കൊരു ഊർജം കിട്ടില്ലേ, ഒരു പോസിറ്റീവ് എനർജി. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നതേ, നമുക്ക് ആ പൂജയ്ക്ക് പോണ്ടായിരുന്നോന്നാ. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അവിടെ ചെന്നപ്പോ മുതല് ഒരു വല്ലാത്തൊരു നെഗറ്റീവ് എനർജി പോലെ. പക്ഷെ എനിക്ക് തോന്നിയില്ലല്ലോ. എനിക്ക് തോന്നി. ആ വീട് തന്നെ നമുക്കെതിരെ എന്തോ ഒരു ഗൂഢാലോചന നടത്തുന്നത് പോലെ ഉണ്ടായിരുന്നു. വീട് ഗൂഢാലോചന നടത്തുകയോ? ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ അങ്ങനെ ഒരു ഡയലോഗ്. തമാശ അല്ല, സത്യം. അതിനുള്ളിലിരുന്ന്
ആരോ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നോ എന്നൊരു തോന്നലുണ്ടായിരുന്നു എനിക്ക്. ആണോ? പക്ഷേ എനിക്ക് ആകെ ഒരു കുറ്റം തോന്നിയത് നാഥൻ സാറിന്റെ ആബ്സൻസ് മാത്രം. അവര് ക്ഷണിച്ച ഒരു ആവശ്യത്തിന് നമ്മൾ ചെന്നിട്ട് അവിടെ ജോലിക്കാരി മാത്രം നിന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു, സംസാരിക്കുന്നു. വേണ്ടപ്പെട്ട ആരും കാത്തിരിക്കാതെ അവഗണിച്ചൊരു ഫീൽ. ചിലപ്പോ അതായിരിക്കും തനിക്കും തോന്നിയൊരു നെഗറ്റീവ് എനർജി. ആണോ എന്തോ, എനിക്ക് തീർച്ചയില്ലതാണോന്ന്. എന്താ എന്തുപറ്റി? അതൊരു പല്ലിയല്ലേ? പല്ലിയാ? ചെറുപ്പം തൊട്ടേ എനിക്ക് പല്ലിയെ പേടിയാ. അതെ, ഒരു മിനിറ്റേ, താൻ അനങ്ങരുത്. എന്താ? താൻ അനങ്ങരുതെന്ന്. ഐ എം സോറി, കാല് സ്ലിപ്പായി പോയി. സത്യമായി സ്ലിപ്പായി പോയതാ. എനിക്ക് തോന്നുന്നില്ല. അയ്യോ, ദേ ഒന്നും വിചാരിക്കില്ലേ, എന്റെ അമ്മയാണ് സത്യം. ഒരു ദുരിതശമില്ലായിരുന്നു. പിന്നെ എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും എത്ര വീഴാൻ പോയാലും നമ്മൾ ആരുടെയും ദേഹത്ത് കയറി പിടിക്കില്ല. ഞാൻ ദേ പല്ലിയെ കണ്ടിട്ട് താൻ പേടിക്കണ്ടെന്ന് കരുതി തട്ടിക്കളെ നോക്കിയതാ. ഒരു പല്ലിയില്ല, വെറുതെ പറയരുത്. ദേ തന്റെ തൊട്ടു പിന്നാലെ ഉണ്ട്, നോക്കിയാ മതി. ഹലോ. സോറി, ഞാൻ അറിയാതെ. അറിയാതെയോ? താനത് മനഃപൂർവ്വം ചെയ്തല്ലേ എന്റെ ദേഹത്തോടാൻ? വെറുതെ ഓരോന്നും പറയല്ലേ, ഞാൻ പേടിച്ചിട്ടാ. അങ്ങനെ പേടിച്ചാലൊന്നും ആരും ആരുടെ ദേഹത്തൊന്നും കയറി പിടിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവരെ അറസ്റ്റ് ചെയ്തപ്പോ ഉള്ളാലെ സന്തോഷമാണെന്ന് എനിക്കറിയാം. സന്തോഷിച്ചോ? പക്ഷെ ആ സന്തോഷം എന്റെ മുന്നിൽ പ്രകടിപ്പിച്ചാലുണ്ടല്ലോ, നീ വിവരം അറിയും. ഒരു ഇന്ദ്രജ മാത്രമല്ലടാ നന്ദിനിയുടെ ശത്രുക്കൾ. ഇതിനകത്താ അവരുടെ ശത്രുക്കൾ. ഈ വക കീടങ്ങളെ അങ്ങ് വിട്. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ പുറത്തിറക്കാനുള്ള വഴി ആലോചിക്കാം. നിങ്ങൾ അറിഞ്ഞോ പോലീസ് വാർത്തകള്? പോലീസ് ക്ലബിലിട്ടാ നന്ദിനിയെ ചോദ്യം ചെയ്യുന്നത്. ഐജിയുടെ നേതൃത്വത്തില് നന്ദിനിയെ ഒരു കസേരയുടെ കാല് കെട്ടിയിട്ടാ പോലീസുകാരെല്ലാരും കൂടെ ചോദ്യം ചെയ്യുന്നത്. മുടിഞ്ഞ മർദ്ദനമാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് രാത്രി തന്നെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയേക്കും. നിർത്തടി. നീ ഒരു മനുഷ്യ സ്ത്രീയാണോടി? മാതാപിതാക്കളായ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞാൻ ഇവളെ എന്താ ചെയ്യേണ്ടത്? നിനക്ക് ചെയ്യാൻ മടിയാണെങ്കിലേ ഞാൻ ചെയ്യാം. ഇല്ലെങ്കിലേ എനിക്ക് ഒരു മനസ്സമാധാനം കിട്ടില്ല. ഞാനെന്താ ചെണ്ടയോ? നിങ്ങൾക്ക് തോന്നുമ്പോ തല്ലാൻ. ആ നന്ദിനി കൊലപാതകം ചെയ്തതിന് നിരപരാധിയായി ഞാനെന്ത് പഴിച്ചു? മിണ്ടരുത് നീ. പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? ആ മാധുരി മരിക്കുമ്പോഴേ നന്ദിനി ഇവിടെ ഇല്ലായിരുന്നു. ജയേട്ടനോടൊപ്പം ചേർന്ന് ആ നന്ദിനി. എന്റെ കൈ കൊണ്ട് മരിക്കണ്ടെങ്കിൽ ഇറങ്ങി പോടി ഉടന്നു.
ഇവിടെ നിപ്പുണ്ടായിരുന്നോ വിരഹാർദ്രയായ മാനസപുത്രി മാതാശ്രീയായ നന്ദിനി ദേവി തങ്കച്ചിയെ ഇനി വരില്ല. അവളെ പോലീസുകാരെല്ലാരും കൂടിയേ ജയിലിലേക്ക് താലപ്പൊലിയോടുകൂടി കൊണ്ടുപോകും. അവൾ അഴിക്കകത്ത്, നീ പെരുവഴിയിലും. ഏതൊരു പിതാവിനും ഏറ്റവും പ്രിയപ്പെട്ടവരാ പെൺമക്കൾ. അതുകൊണ്ട് നിന്നെ ഇതുവരെ ഞാൻ തള്ളിയിട്ടില്ല. പക്ഷേ നിന്റെ നാവർത്തു മാറ്റി നിന്നെ നിശബ്ദയാക്കേണ്ട ഗതികേട് ഈ അച്ഛനുണ്ടാവരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ മോഹൻ തമ്പി വിളിക്കാം സർ. മോഹൻ തമ്പിയല്ലേ? അതെ. ഫ്ളാറ്റിൽ മാധുരി മരിച്ച ദിവസം ഈ നിൽക്കുന്ന നന്ദിനിയെ കണ്ടതായി നിങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടതായി കോടതി പറയണമെന്ന് ഈ സർക്കിൾ സാറും ഈ SI സാറും കൂടെ വന്ന് പറഞ്ഞു. ഫ്ളാറ്റിൽ എന്റെ പേരക്കുട്ടികളുണ്ടായിരുന്നു. ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ടെന്ന് കരുതി ഞാൻ അങ്ങനെ പറയാമെന്ന് ഏറ്റു. അതാണ് സത്യം. താങ്ക് യു സർ. പൊക്കോളൂ. അപ്പൊ എങ്ങനെ നന്ദിനെ വിട്ടയക്കാലോ? എന്താണെന്ന് മൊഴിയാത്തത്? വിട്ടയക്കാം സർ. നിങ്ങൾ മനഃപൂർവ്വം കുറ്റവാളിയാക്കപ്പെട്ട സ്ത്രീയും അവരുടെ ബന്ധുക്കളും ഈ നേരം അത്രയും അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾക്കും അപമാനങ്ങൾക്കും ആര് സമാധാനം പറയും? ഇതൊരു സാംസ്കാരിക സംസ്ഥാനമാണ്. പൊളിറ്റിക്സും മതങ്ങളും ഒരുപാടുണ്ടെങ്കിലും ആത്യന്തികമായി ഇവിടുത്തെ മനുഷ്യർ ഒന്നാണ്. ആത്മാർത്ഥതയും സത്യസന്ധതയും പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് ഈ സേനയിലുള്ളവർക്ക് വേണ്ടത്. ക്രിമിനലുകളെ ഒതുക്കേണ്ടവർ തന്നെ ക്രിമിനലുകളായാലോ? ഈ നാടിന്റെ ക്രമസമാധാനം തകരും. അങ്ങനെ ചെയ്യുന്നവരുടെ സേവനം ഈ സേനയിൽ വേണ്ട. മഹാദേവൻ, പേര് ശ്രീ പരമേശ്വരന്റേത്, പ്രവൃത്തി നരകാസുരന്റേത്. സസ്പെൻഡ് ഹിം. എന്താ പേര്? മേരി. മേരി. പേര് ലോകമാതാവിന്റേത്, മനസ്സ് മകനെ ഒറ്റുകൊടുത്ത യൂദാസിന്റേത്. സസ്പെൻഡ് ഹർ. അമ്മേ, അച്ഛാ, രാത്രിയാണ്, യാത്രയില്ല. ഇറങ്ങിക്കോട്ടെ. താങ്ക് യു സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.